ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരെ, പരിശുദ്ധ നോമ്പ് ദൈവത്തിലേക്കും അതുപോലെ നല്ല ഒരു ജീവിതത്തിലേക്കും തിരികെ വരുവാനുള്ള അവസരം പ്രദാനം ചെയ്യുന്നു. കാൽവറിയിലേക്കുള്ള ഒരു ഗോവേണിയാണ് നോമ്പ്. ഒരിക്കൽ ഒരു മരം ചോദിച്ചു, എത്രയോ നാളുകളായി നിങ്ങൾ എൻ്റെ കൊമ്പുകൾ മുറിച്ച് കുരിശുകൾ ഉണ്ടാക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തു ഉണ്ടാകുന്നില്ല? എത്ര അർത്ഥവത്തായ ചോദ്യം! കാലം എത്രയോ കടന്നുപോയി, വചനം എത്രയോ കേൾക്കുന്നു, നോമ്പുകൾ എത്രയോ അനുഷ്ഠിക്കുന്നു, പക്ഷേ എന്നിലെ ഞാൻ എന്തേ മാറാത്തത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. വിശുദ്ധ നോമ്പ് എന്നത് സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. കാൽവറി കുരിശിലേക്കുള്ള യാത്രയിൽ നാം സ്വയം അലിഞ്ഞ് ഇല്ലാതെയാകണം. പകരം ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മിൽ നിറവേറപ്പെടണം. ഞാൻ എന്ന ഭാവത്തിൽ നിന്നാണ് മറ്റുള്ളവരോട് ഈർഷ്യയും പകയും അസൂയയും ഉണ്ടാവുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യർ 2:20 പറയുന്നു. ഞാൻ എന്നത് സ്വയം അഥവാ സെൽഫ് എന്ന അർത്ഥത്തിലാണ്. എന്നെ അനേകർ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നാൽ എന്നെ ഏറ്റവും കൂടുതലായി ഉപദ്രവിച്ചത് ഞാൻ തന്നെയാണ് എന്ന് നമുക്ക് ചിന്തയുണ്ടാകുമ്പോൾ നമ്മിലെ ഞാൻ എന്ന ഭാവം ഇല്ലാതെയാകും. കുരിശിലേക്കുള്ള യാത്രയിൽ ഏകാന്തത അനുഭവപ്പെട്ടേക്കാം. ആ ഏകാന്തതയിലാണ് യഥാർത്ഥ സ്വയത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. ആർക്കും കുരിശിനെ സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യാം, പക്ഷേ കുരിശിനെ ഒഴിവാക്കി ക്രിസ്തുവിനെ നേടാൻ കഴിയുകയില്ല. നോ ക്രോസ് നോ ക്രൗൺ എന്ന് നമ്മൾ ചിന്തിക്കുക. ക്രിസ്തുവിനെ സ്നേഹിച്ച് കുരിശിനെ സ്വീകരിക്കണം. അതോടെ ക്രിസ്തുവിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും. ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ പ്രദർശനമാണ് ക്രൂശിൽ കാണുന്നത്. ഈ ക്രൂശിലെ സ്നേഹം ദൈവത്തിനായി കഷ്ടത, സങ്കടം, നഷ്ടം ഇവ സഹിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടത സഹിപ്പാനും നമുക്ക് വരം നൽകിയിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ 1:29 പറയുന്നു. നമ്മുടെ ത്യാഗത്തിന്മേലും കഷ്ടത സഹിപ്പാനുള്ള സന്നദ്ധതയിലുമാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ച. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഫിലിപ്പിയർ 4:13 വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ് നമ്മെയും ശക്തീകരിക്കുന്നു. പീഡനത്തിലൂടെയും കഷ്ടതയിലൂടെയും സഞ്ചരിക്കുന്നവർക്ക് ലഭിക്കുന്ന പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുടെ രഹസ്യവും ഇതുതന്നെയാകാം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നാമും അനുഭവിച്ചറിയണം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തന്നെ അനുഗമിക്കുന്നവർക്ക് കഷ്ടതയില്ല എന്ന് കരുതുന്നവർ വിഡ്ഢികളാണ്. സമൃദ്ധിയുടെ സുവിശേഷകർ എന്നവരെ നമുക്ക് വിളിക്കാം. ഞാനോ കുറയണം, അവനോ വളരേണം എന്ന് യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് പറയുന്നത് നാം വായിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളെയും എളുപ്പ വഴികളെയും നാം സ്വീകരിച്ചാൽ ക്രിസ്തുവിൻ്റെ മാർഗത്തിന് അത് വിരുദ്ധമായിരിക്കും. ക്രിസ്തു നമ്മിൽ പ്രകാശിക്കണമെങ്കിൽ ഞാൻ എന്ന ഭാവം ലോകത്തിന് ക്രൂശിക്കപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാനും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാനും നമ്മുടെ സ്വയത്തെയും നമ്മിലുള്ള പൈശാചിക ചിന്തകളെയും ക്രൂശിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നോമ്പിൻ്റെ വഴിയെ നാം യാത്ര ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഒരുത്തരമേ ഉള്ളൂ, നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ വീണ്ടെടുക്കുവാൻ അഥവാ ക്രിസ്തുവിൽ എത്തിച്ചേരുവാൻ എന്നത് മാത്രം. പാപികളായ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്കും ദൈവഹിതത്തിന് വിധേയരായി ജീവിക്കാം. ആയതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.